ക്വസ്റ്റ്യൻ നോക്കാം. The ratio of number of students of class A and B. Students of class A and B are is എന്താണ് A and B is 5:6. If the number of students of class A is increased by 30% and that of class B is increased by 12,600, then the ratio of the number of students in both class remain same. Then the number of students in class B. Okay. നോക്കിക്കോളൂ. അപ്പോൾ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിട്ടുണ്ട്, ക്ലാസ് എയും ക്ലാസ് ബിയും. അവരുടെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, 5:6. ഇനി നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് എ ഈസ് ഇൻക്രീസ്ഡ് ബൈ 30%. അപ്പോൾ 30% ആ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ ക്ലാസ് എയിൽ ഞാൻ ഇൻക്രീസ് ചെയ്തു. 12,600 നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഞാൻ ക്ലാസ് ബിയിൽ ഞാൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞപ്പം അപ്പോഴും ആ രണ്ട് ക്ലാസ്സിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്, സെയിം ആണ്. ഇവിടെ ഞാനൊരു 30% ഞാൻ ഇൻക്രീസ് ചെയ്തു, ഇവിടെ ഒരു 12,600 ഞാൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴും ഇനീഷ്യലി ഉണ്ടായിരുന്ന അതേ റേഷ്യോ തന്നെയാണ് പിന്നെ രണ്ടാമത്തെ ആ ഇൻക്രീസിന് ശേഷവും ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ബിയിൽ എത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പറയുക, നമ്മുടെ ഒരു റേഷ്യോയുടെ ബേസിക്കായ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞു പോയ ഒരു കാര്യമാണ്, ഒരു റേഷ്യോയിൽ ഇല്ലേ അതിൽ ഒരു മാറ്റവും വരാൻ പാടില്ലെങ്കിൽ നമുക്ക് രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്നെങ്കിൽ ആ റേഷ്യോ വാല്യൂസിൽ, അതായത് ഒരു റേഷ്യോയുടെ അതിൻ്റെ ആ ഒരു വാല്യൂ ഇല്ല, അതിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു ആക്ച്വൽ വാല്യൂ അല്ല, ആ റേഷ്യോയുടെ ആ ഒരു വാല്യൂവിൽ ഒരു മാറ്റവും വരാതിരിക്കണമെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഒന്നെങ്കിൽ ആ രണ്ട് വാല്യൂസിനെയും സെയിം നമ്പർ കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ 5:6 രണ്ടിനെയും ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് 15:18 കിട്ടും. അതിൻ്റെ റേഷ്യോ ഞാൻ കട്ട് ഷോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് 5:6 എന്ന് കിട്ടും. റേഷ്യോ ഈക്വൽ സിമിലർ എന്താണ് ഈക്വൽ ഫാക്ടേഴ്സിനെ കട്ട് ചെയ്ത് കഴിയുമ്പം എനിക്ക് 5:6 കിട്ടും. അപ്പോൾ റേഷ്യോയിൽ യാതൊരു വേരിയേഷനും ഇല്ല. രണ്ടാമത്തെ ഒരു പോസിബിലിറ്റിയാണ്, എനിക്ക് വേണമെങ്കിൽ യൂഷ്വലി നമ്മൾ എന്തെങ്കിലും ഒരു വാല്യൂ ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുമ്പം റേഷ്യോയുടെ വാല്യൂസിൽ വേരിയേഷൻസും വരും. പക്ഷേ പെർസെൻറ്റേജ് നമ്മൾ ആഡ് ചെയ്യണ സമയത്ത് അല്ലേ, ഇതിൻ്റെ 30%, ഇതിൻ്റെ 20%, അങ്ങനെ ഈക്വൽ പെർസെൻറ്റേജ് നമ്മൾ ആഡ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ റേഷ്യോയിൽ ഒരു വേരിയേഷനും വരില്ല. ക്ലിയർ ആയോ? അതിൻ്റെ റേഷ്യോയിൽ ഒരു വേരിയേഷനും വരില്ല. അപ്പോൾ നോക്കിക്കോളൂ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുമ്പം ഇവിടെ നമ്മൾ 5 + 5ൻ്റെ 30% ആണ് ആഡ് ചെയ്തത്. ഇവിടെ 6ൻ്റെ
എത്ര പെർസെൻറ്റേജ് ആണ് ആഡ് ചെയ്തത്? ഇവിടെയും നമ്മൾ 6ൻ്റെ 30% ആണ് ആഡ് ചെയ്തത്. അതുകൊണ്ടാണ് എന്ത് വന്നേ, ഈ റേഷ്യോ അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്ത് വന്നത്. അപ്പോൾ നമ്മൾ സിമിലറായ സെയിം ഈക്വൽ പെർസെൻറ്റേജ് നമ്മൾ ആഡ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ റേഷ്യോയിൽ ഒരു മാറ്റവും വരില്ല. നമ്മൾ ഓൾറെഡി റേഷ്യോയുടെ ബേസിക്സ് പറഞ്ഞു പോയ സമയത്ത് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പോൾ നമുക്ക് പറയാം 30% ഈസ് ഈക്വൽ ടു 12,600 ആണ്. 30% ഈസ് ഈക്വൽ ടു 12,600 ആണ്. സോ 1% എത്രയാണ്? 1% നമുക്ക് 30 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 0 0 ക്യാൻസൽ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 420 എന്ന് കിട്ടും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് 420 എന്ന് കിട്ടും. നമ്പർ ഓഫ് സ്റ്റുഡൻസിന് നമുക്ക് എന്താണ്? 100% എന്ന് പറയാം. നമ്പർ ഓഫ് സ്റ്റുഡൻസ് 100% ആണ്. സോ 420 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വൽ നമ്പർ ഓഫ് എന്ത് കിട്ടും? ആക്ച്വൽ നമ്പർ ഓഫ് എന്താ പറയുക, സ്റ്റുഡൻസ് ഇൻ ക്ലാസ് ബി കിട്ടും. നോക്കിക്കോളൂ, ഇവിടെ ഇപ്പോൾ നമുക്ക് 6 ഈസ് ഈക്വൽ ടു 42000 എന്ന് കിട്ടി. 1 ഈസ് ഈക്വൽ ടു 7000 ആണ്. അപ്പോൾ എയിലുള്ള നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്താണ്? എയിലുള്ള നമ്പർ ഓഫ് സ്റ്റുഡൻസ് 5 ഇൻറ്റു ഇതെന്ന് പറയുമ്പോൾ 35,000 ആണ്. 5 ഇൻറ്റു ഇതെന്ന് പറയുമ്പോൾ 35,000 ആണ്. അപ്പോൾ ഇതിൻ്റെ 30% ഞാൻ ആഡ് ചെയ്യാം. ഇതിൻ്റെ 30% എന്ന് പറയണ സമയത്ത് 0 0 ക്യാൻസലായി, ഇവിടെ ക്യാൻസലായി. 35നെ 5 ഇൻറ്റു 7 എന്ന് എഴുതാം അല്ലേ? 5 ഇൻറ്റു 7 ഇൻറ്റു 3, സോ 5 ഇൻറ്റു 21, 10500. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ 10500 ആഡ് ചെയ്യുന്നു. 00554. അപ്പോൾ എൻ്റെ വാല്യൂ 4550 ഈസ് ടു 42 അല്ല, ഇനി 42000 കൂടെ ഞാൻ 12600 ആഡ് ചെയ്യുമ്പോൾ 00645. അപ്പോൾ എനിക്ക് 54600 എന്ന് കിട്ടി. ഇത് രണ്ടും ക്യാൻസലായി. 455 546 എനിക്ക് കിട്ടേണ്ടത് 5:6 ആണ്. ഓക്കെ, ഇത് ഞാനൊരു കാര്യം ചെയ്യാം, 5 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 5 കൊണ്ട് ഞാൻ ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 91 എന്ന് കിട്ടും. ഇതിനെ ഞാൻ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 91 എന്ന് കിട്ടും. സോ സെയിം ഫാക്ടർ 91 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യുമ്പം എനിക്ക് എന്ത് വാല്യൂ ആണ് കിട്ടുന്നത്? 5:6 ആണ് കിട്ടുന്നത്. സോ ഈ ആൻസർ മനസ്സിലായി. അപ്പോൾ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ലോജിക്ക് എന്താണ്? റേഷ്യോയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ സെയിം വാല്യൂ കൊണ്ട് രണ്ടിലും മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ സെയിം പെർസെൻറ്റേജ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ 30% ആണെങ്കിൽ ഇവിടെയും നമ്മൾ 30% ആയിരിക്കും. സോ 30% ഈസ് ഈക്വൽ ടു 12,600. അത് നമ്മൾ 1% കണ്ടുപിടിക്കുന്നു. ഇത് ആഡ് ചെയ്തതാണ്. ഇത് ടോട്ടലിൻ്റെ ടോട്ടൽ വാല്യൂയുടെ ആക്ച്വലി ഉള്ള നമ്പറിൻ്റെ 30% ആണ് 12,600. നോക്കിക്കോളൂ, ടോട്ടൽ ഇൻറ്റു 30 ആണ് എന്ത്? 12,600. അപ്പോൾ നമുക്ക് ടോട്ടൽ എങ്ങനെ കാണാം? 12,600 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 30. ഇത് ക്യാൻസലായി. ഇവിടെ 4200 കിട്ടും. 4200. ക്ലിയർ ആയോ? ക്ലിയർ ആയല്ലോ? യെസ്. അപ്പോൾ ഈ ഒരു ലോജിക്ക് അപ്ലൈ ചെയ്തിട്ടാണ്. ഇവിടെ ഒരു 0 ഉണ്ട്, ഇല്ല 3 0 കറക്റ്റാണ്. അപ്പോൾ ഈ ഒരു ലോജിക്ക് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ച് ഈ ആൻസർ കണ്ടുപിടിച്ചാൽ. ഇങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിക്കാം, ഇല്ലെങ്കിൽ 30% നിന്ന് 1% കണ്ടുപിടിക്കാം. അതിൽ നിന്ന് 100% കണ്ടുപിടിച്ചാൽ ടോട്ടൽ കിട്ടും. ക്ലിയർ ആയല്ലോ? യെസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്യുമ്പം ഈ സെയിം ആയ റേഷ്യോ ആണോ കിട്ടുന്നതെന്ന് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ കുറേ പേര് അപ്പോൾ നമുക്കിവിടെ 455:546 ആണ് കിട്ടിയത് അല്ലേ? അപ്പോൾ ഇത് കറക്റ്റാണോ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ എങ്ങനെയാണ് കണ്ടുപിടിച്ചെന്നുള്ളത് ചിലപ്പോൾ ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. എനിക്ക് കിട്ടേണ്ട റേഷ്യോ എന്താണ്? 5:6 ആണ്. ഈ രണ്ട് നമ്പറിനെയും കോമൺ ആയിട്ട് ഏതോ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണ സമയത്താണ് എനിക്ക് 5:6 കിട്ടുന്നത്. അപ്പോൾ ആ കോമൺ ആയ നമ്പർ ഏതാണെന്ന് എനിക്കിപ്പോൾ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റണില്ലെങ്കിൽ എനിക്ക് നോക്കാം. നോക്കിക്കോളൂ, 455/5 ഇതിനെ ഞാൻ കോമൺ ആയ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ
455 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു 546/6 ആണെങ്കിൽ ഓക്കെ. രണ്ടും ചെയ്യുമ്പോൾ എനിക്ക് എന്താണ് കിട്ടിയത്? 91 ഈസ് ഈക്വൽ ടു 91 ആണ് കിട്ടിയത്. സോ അതുകൊണ്ട് എന്താണ് ഈ ആൻസർ കറക്റ്റാണ്. ക്ലിയർ ആയല്ലോ? യെസ്. സോ അങ്ങനെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, rupees 4,200 is divided between Ragini, Sonali and Dhara in such a way that Ragini receives 1/5 of that received by Sonali and Dhara. Okay. Whereas Sonali received 2/5 of that received by Ragini and Dhara together. Find the share of Dhara. Find the share of Dhara. ഓക്കെ. അപ്പോൾ നോക്കാം. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് സോൾവ് ചെയ്യണേന്ന് നോക്കാം. ഇവിടെ നമുക്ക് 3 പേരുടെ കാര്യം തന്നിട്ടുണ്ട് അല്ലേ. രാഗിണീനെ ഞാൻ R എന്നും സൊനാലിനെ S എന്നും ധാരേനെ D എന്നും കിട്ടിയ എമൗണ്ടിനെ D എന്നും ഞാൻ ഡിനോട്ട് ചെയ്യാം. ഇവർക്ക് 3 പേർക്കും കിട്ടിയ ഈ എമൗണ്ടിൻ്റെ ടോട്ടൽ എന്താണ്? 3 പേർക്കും കിട്ടിയ ഈ എമൗണ്ടിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 4,200 ആണ്. ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? രാഗിണി റിസീവ് ചെയ്ത എമൗണ്ട് എന്ന് പറയണത് 1/5 ഓഫ് ആര് റിസീവ് ചെയ്തതാണ്? സൊനാലിയും ധാരി. അതേപോലെ സൊനാലി റിസീവ് ചെയ്ത എമൗണ്ട് 2/5 ഓഫ് ആര് റിസീവ് ചെയ്തതാണ്? രാഗിണിയും ധാരിയും. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ ഞാൻ ഇതിനെ ഇക്വേഷൻ 1 എന്നും ഇക്വേഷൻ 2 എന്നും കൊടുക്കാം. ഇക്വേഷൻ 1ലെ ഈ S+D ഞാൻ താഴത്തേക്ക് കൊണ്ടുവരിക. R ഡിവൈഡഡ് ബൈ S+D ഈസ് ഈക്വൽ ടു 1/5. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കണേ? R ഈസ് ടു S+D എന്ന് പറയണത് 1:5 ആണ്. അതേപോലെ മറ്റേ ആളെ കൊണ്ടുവരുമ്പോൾ S ഡിവൈഡഡ് ബൈ R+2 എന്ന് പറയണത് 2/5 ആണ്. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കണേ? S ഈസ് ടു R+D എന്ന് പറയുമ്പോൾ 2:7 ആണ്. ക്ലിയർ ആയോ? ഇവിടെ നോക്കിക്കോളും. ഈ രണ്ട് റേഷ്യോസിലും നമുക്ക് 3 ടേംസ് ഉണ്ട്. R ഉണ്ട്, S ഉണ്ട്, D ഉണ്ട്. ഇവന്മാരുടെ 3 പേരുടെ സമ്മ് ഞാൻ ആദ്യത്തെ റേഷ്യോയിൽ എടുക്കുമ്പോൾ എനിക്ക് കിട്ടണത് 6 ആണ്. രണ്ടാമത്തെ റേഷ്യോയിൽ എടുക്കുമ്പോൾ ഇവിടെ 5 ആണ്. രണ്ടാമത്തെ റേഷ്യോയിൽ എടുക്കുമ്പോൾ എനിക്ക് കിട്ടണത് എന്താണ്? 7 എന്നാണ്. ഇവിടെ 2:5 ആണല്ലോ, 7 അല്ല, സോറി എഴുതിയപ്പോൾ മാറി. ഇവരുടെ സം എടുക്കുമ്പോൾ എനിക്ക് എന്താണ് കിട്ടിയത്? 7 എന്നാണ് കിട്ടിയത്. നോക്കിക്കോളൂ. സെയിം നമ്പേഴ്സ് അല്ലെങ്കിൽ സെയിം സെയിം വേരിയബിൾസ് നമ്മൾ ആഡ് ചെയ്യണ സമയത്ത് അല്ലേ, സെയിം വേരിയബിൾസ് അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ എമൗണ്ട് ആണ് നമ്മൾ ആഡ് ചെയ്യണേ. ആ എമൗണ്ട് നമ്മൾ ആഡ് ചെയ്യണ സമയത്ത് നമുക്ക് 2 കേസിലും കിട്ടേണ്ട ആൻസർ എന്താണ്? സെയിം ആണ്. കാരണം ഇല്ലേ, നമ്മൾ 2 ഡിഫറെൻറ്റ് എമൗണ്ട്സിനെ ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ റേഷ്യോ അല്ല ഇവിടെ തന്നിട്ടുള്ളത്. ആറും എസും ഡിയും എന്ന് പറയുന്ന ഈ എമൗണ്ട്സ് സെയിം എമൗണ്ടിന് അല്ലേ, സെയിം എമൗണ്ടിനെ 3 പേർക്കും ഡിവൈഡ് ചെയ്ത സമയത്ത് കിട്ടി. പക്ഷെ രണ്ട് നമ്മൾ എന്താ പറയുക, ഒരു ഇൻഡിവിജ്വലും വേറെ 2 ഇൻഡിവിജ്വലിൻ്റെ സമ്മേഷനും കൂടെ എടുത്ത് കിട്ടിയപ്പോൾ റേഷ്യോ ആണ്. അപ്പോൾ ഇവരെ 3 പേരെയും നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടേണ്ട ആൻസർ എന്താണ്? അത് സെയിം ആണ്. കാരണമാണ് ഞാൻ പറഞ്ഞത് 2 ഡിഫറെൻറ്റ് എമൗണ്ട്സ് എടുത്ത് 3 പേരിൽ ഡിവൈഡ് ചെയ്തപ്പോൾ ഉള്ള റേഷ്യോ അല്ല ഇത്. ഒരു സിംഗിൾ എമൗണ്ട് ഇവർ 3 പേരിൽ ഡിവൈഡ് ചെയ്തതിന് ശേഷം 2 കോൺടാക്ട്സിലെടുത്ത റേഷ്യോ ആണ്. അപ്പോൾ R+S+D എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. പക്ഷെ ഇവിടെ സെയിം അല്ല. സെയിം അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ സെയിം ആക്കും? രണ്ടാമത്തെ ആളുടെ സമ്മ് ആദ്യത്തെ ആളുടെ കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും.
ആദ്യത്തെ ആളുടെ സമ്മ് രണ്ടാമത്തെ ആളുടെ കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ വാല്യൂസ് എന്തായി? ആർ എസ് പ്ലസ് ഡി ഇത് 7 ആയി, ഇത് 35 ആയി. എസ് ആർ പ്ലസ് ഡി എന്ന് പറയുമ്പോൾ ഇത് 12 ആയി, ഇത് 30 ആയി. ഇപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ രണ്ട് കേസിലും നമുക്ക് എന്താണ് കിട്ടണേ? 42 ആണ് കിട്ടണേ. ദസ് വി ഗോട്ട് ആർ പ്ലസ് എസ് പ്ലസ് ഡി ഈസ് ഈക്വൽ ടു 42. 42 ഈസ് ഈക്വൽ ടു 4200. സോ 1 ഈസ് ഈക്വൽ ടു 100. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ ധാരയുടെ എമൗണ്ട് ആണ്. ഇവിടെ നോക്കിക്കോളൂ, നമ്മൾ ഇനി 100 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് രണ്ടാമതായി പുതിയതായിട്ട് കണ്ടുപിടിച്ച റേഷ്യോയിലാണ്. രാഗിണിയുടെ എമൗണ്ട് 7 × 100 700 ആണ്. പിന്നെ സൊനാലിയുടെ 12 × 100 1200 ആണ് അല്ലേ? അപ്പോൾ നമ്മൾ പറയുമ്പോൾ ധാരയുടേത് നമുക്കിത് ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ നമ്മൾ 4200 നിന്ന് മൈനസ് ചെയ്യും. 0032 2300 ഈസ് അവർ ആൻസർ. ക്ലിയർ ആയല്ലോ? യെസ്. ഇവർ രണ്ടുപേരുടെയും വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് തന്നെ നിങ്ങളിങ്ങനെ സോൾവ് ചെയ്യണമെന്നില്ല. 6 കണ്ടുപിടിക്കാം, R പ്ലസ് ഡി കണ്ടുപിടിക്കാം. R 700 ആണ്, R പ്ലസ് ഡി 3000 ആണ്. നമ്മളോട് ഡി ആണ് ചോദിച്ചത്. അപ്പോൾ 3000 നിന്ന് നമുക്ക് 700 കുറയ്ക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2300 കിട്ടും. ഇല്ലെങ്കിൽ എസ് കണ്ടുപിടിക്കാം. എസ് എത്രയാണ്? എസ് 1200 ആണ്. എസ് പ്ലസ് ഡി എന്ന് പറയുന്നത് 35 ആണ്. അപ്പോൾ അതെന്താവും? 35/100 ആവും. 2300. അങ്ങനെയും നിങ്ങൾക്ക് ഡി കണ്ടുപിടിക്കാം. ഏത് രീതിയിൽ കണ്ടുപിടിച്ചാലും യു വിൽ ഗെറ്റ് ദി സെയിം ആൻസർ. യെസ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Two numbers are simple ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. 40% and 60% more than third number respectively. Find the ratio of difference between these two numbers and third number. Okay. Okay, two numbers are 40% and 60% more than third number. അപ്പോൾ ഇവിടെ നമുക്ക് മൊത്തം എത്ര നമ്പേഴ്സ് ഉണ്ട്? 3 നമ്പേഴ്സ് ഉണ്ട്. ലെറ്റ് ദീസ് 3 നമ്പേഴ്സ് ബി എക്സ് വൈ ആൻഡ് സെഡ് അല്ലേ? എക്സ് വൈ സെഡ് എന്ന് ആയിക്കോട്ടെ. അപ്പോൾ മൂന്നാമത്തെ നമ്പർ നമ്മൾ സെഡ് ആയിട്ട് കൺസിഡർ ചെയ്യാം. എക്സും വൈയും ആണ് നമ്മുടെ 2 നമ്പർ. സോ ആദ്യത്തെ നമ്പർ എന്താണ്? ആദ്യത്തെ നമ്പർ നമ്മുടെ തേർഡ് നമ്പറിൻ്റെ 40% കൂടുതലാണ്. ആദ്യത്തെ നമ്പർ നമ്മുടെ തേർഡ് നമ്പറിൻ്റെ 40% കൂടുതലാണ്. സോ സെഡ് പ്ലസ് 40/100 സെഡ്. അതേപോലെ രണ്ടാമത്തെ നമ്പർ തേർഡ് നമ്പറിൻ്റെ 60% കൂടുതലാണ് അല്ലേ? യെസ്. അപ്പോൾ ഇവിടെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ നോക്കിക്കോളൂ, ഇവിടെ 100/100 കിട്ടും. സോ 160 Z/100 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 0 ക്യാൻസൽ 8/5 8/Z എന്ന് കിട്ടും. ഇവിടെ എന്ത് കിട്ടും? 140/100 Z എന്ന് കിട്ടും. ഇത് ക്യാൻസലായി 7/Z എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എക്സ് ഇസ്റ്റ് വൈ എന്താണ്? ഈ സെഡിനെ ഞാൻ താഴത്തേക്ക് കൊണ്ടുവരുന്നു. x/Z 7/y ആണ്, y/Z 8/5 ആണ്. ഐദർ നിങ്ങൾക്ക് ഇങ്ങനെ ഇത് കണ്ടുപിടിക്കാം.
പക്ഷെ ഇതൊരു ലെങ്തി ആയ ഒരു പ്രൊസീജിയറാണ്. ഈ ഒരു മെത്തേഡ് ചൂസ് ചെയ്യാതെ സിമ്പിളായിട്ടും നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ക്വസ്റ്റ്യനിൽ പെർസെൻറ്റേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ എന്താക്കി മാറ്റുക, ആദ്യം ഫ്രാക്ഷനാക്കി മാറ്റുക. 40% എന്ന് പറയുമ്പോൾ 2/5 ആണ്. 60% എന്ന് പറയുമ്പം 3/5 ആണ്. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞു പെർസെൻറ്റേജ് വാല്യൂസ് തരുമ്പം നിങ്ങൾക്ക് 3 പോസിബിലിറ്റീസ് ആണ്. ഒന്നെങ്കിൽ ഇതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ആണ് മറ്റേത്, എയുടെ ഒരു 10% ആണ് ബി, ഒന്നെങ്കിൽ അങ്ങനെ തരും. അല്ലെങ്കിൽ എയുടെ 10% കൂടുതലാണ് ബി, അല്ലെങ്കിൽ എയുടെ 10% കുറവാണ് ബി. നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നോക്കിക്കോളൂ, ഞാൻ x/z ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. ഡിനോമിനേറ്റർ എന്താണ്? 5 ആണ്. 40% ആണ്, ഡിനോമിനേറ്റർ 5 ആണ്. 40% കൂടുതലാണ്. സോ 5 പ്ലസ് ന്യൂമറേറ്റർ ആണ്. കൂടുതൽ എന്ന് തരുമ്പം ന്യൂമറേറ്റർ പ്ലസ് ഡിനോമിനേറ്റർ ആണ്. സോ 5 + 2 7. x/z എന്താണ് കിട്ടിയത്? 7/5. y/z ഡിനോമിനേറ്റർ 5 ആണ്. 60% കൂടുതലാണ്. സോ ന്യൂമറേറ്റർ പ്ലസ് ഡിനോമിനേറ്റർ 8 ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണ്? ഇവരുടെ നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് ആണ് അല്ലേ? ഈ നമ്പേഴ്സിൻ്റെ ഡിഫറൻസും അതേപോലെ തേർഡ് നമ്പർ തമ്മിലുള്ള റേഷ്യോ നോക്കിക്കോളൂ. x/y/z മൂന്നിൻ്റെയും കമ്പൈൻഡ് റേഷ്യോ നോക്കാം. രണ്ടിലും കോമൺ ആയിട്ട് ഒരു വേരിയബിൾ ഉണ്ട്, അതിൻ്റെ വാല്യൂ സെയിം ആണ്. സോ അത് 7 ആണ്. y 8 ആണ്, x 7 ആണ്. അപ്പോൾ ഇവരുടെ ഡിഫറൻസിൻ്റെയും ഇതിൻ്റെയും റേഷ്യോ എടുക്കുമ്പം 1/5 ആണ്. y - x / z എന്ന് പറയുന്നത് എന്താണ്? 1/5. ക്ലിയർ ആയല്ലോ? സോ ഈ റേഷ്യോ നമ്മുടെ പെർസെൻറ്റേജിൽ നിന്ന് നിങ്ങൾക്ക് റേഷ്യോ കണ്ടുപിടിക്കാൻ അറിയാമെങ്കിൽ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ്. അത് ഡയറക്റ്റ് നമ്മളിങ്ങനെ ചെയ്തിട്ടില്ലാന്നേ ഉള്ളൂ. നമുക്ക് വേറെ പല ആപ്ലിക്കേഷൻസിൽ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലൊക്കെ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. യെസ്. When digits of two-digit number are interchanged, then the new number obtained is 18 greater than the original number. If the ratio of unit place to tens place is 2:1, then find the original number. Okay. ഇനി ഇതിൻ്റെ ഓപ്ഷൻസ് എഴുതാം. 24, 36, 26, 32. ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ എന്താണ്? വെൻ ഡിജിറ്റ്സ് ഓഫ് എ 2-digit നമ്പർ ആർ ഇൻ്റർചേഞ്ച്ഡ്. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ 52 എന്നൊരു നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ നമ്പറിൻ്റെ ഡിജിറ്റ്സിനെ ഇൻ്റർചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വൺസ് പ്ലേസിനെ ടെൻസ് ആക്കി, ടെൻസ് പ്ലേസിനെ വൺസ് ആക്കി നമുക്ക് കിട്ടിയത് 25 ആണ്. ഇതാണ് ഡിജിറ്റ്സിനെ ഇൻ്റർചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ്. ദെൻ ദ ന്യൂ നമ്പർ ഒബ്റ്റെയിൻഡ് ഈസ് 18 ഗ്രേറ്റർ ദാൻ ദി ഒറിജിനൽ നമ്പർ. നമ്മൾ അങ്ങനെ ആ നമ്പറിനെ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് കിട്ടിയ ആ പുതിയ നമ്പർ എന്ന് പറയുന്നത് ആദ്യത്തെ നമ്പറിനേക്കാളും 18 നമ്പർ കൂടുതലാണ്.
Okay, if the ratio of a unit place to tens place, a unit place to tens place is 2:1, then find the original number. Okay, yes. നോക്കിക്കോളൂ, നമ്മൾ ഒരു 2 ഡിജിറ്റ് നമ്പർ, നമ്മളൊരു 2 ഡിജിറ്റ് നമ്പറിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? 10 into x. 10 into x ആണ് ടെൻസ് പ്ലേസ് പ്ലസ് y. യെസ്, 10 into x, 10 into x പ്ലസ് y. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ 18 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്ത നമ്പർ കിട്ടുന്നത്. അപ്പോൾ എന്താണ്? 10 into y plus x എന്ന് പറയാം. 10 into y plus x. 10 into x 10x ആണ്. 10x plus y plus 18 is equal to 10y plus x ആണ്. അപ്പോൾ ഞാനിതിനെ അങ്ങോട്ട് കൊണ്ടുപോവാം. അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എനിക്ക് കിട്ടി 18 is equal to 10y minus y 9y ആണ്. 10y minus y 9y ആണ്. അതേപോലെ x മൈനസ് 10x 9x ആണ്. 9 into y minus x. 9 into y minus x. ക്ലിയർ ആയോ? യെസ്. അപ്പം നമുക്കിനി ഡിജിറ്റ്സ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 9 into, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 18 is equal to 9 into y minus x എന്നാണ്. 18 is equal to 9 into y minus x. y എന്താണ്? y എന്ന് പറയുന്നത് വൺസ് പ്ലേസിലെ ഡിജിറ്റ് ആണ്. ഒറിജിനൽ നമ്പറിൻ്റെ വൺസ് പ്ലേസിലെ ഡിജിറ്റിനെയാണ് നമ്മൾ y എന്ന് അസ്യൂം ചെയ്ത്, ഒറിജിനൽ നമ്പറിൻ്റെ ടെൻസ് പ്ലേസിലത്തെ നമ്പറാണ് എന്ത്? ഈ x എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പോൾ ഞാൻ ഡിജിറ്റ്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ആദ്യത്തെ വാല്യൂ നോക്കിക്കോളൂ, 9 into 4 minus 2. സോ 9 into 2 18. സോ അതുകൊണ്ട് ഇതാണ് എൻ്റെ ആൻസർ. നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് ചെക്ക് ചെയ്ത് നോക്കാം. നോക്കിക്കോളൂ, 18 into 9 into 6 minus 3. 9 into 3 ചെയ്യുമ്പോൾ നമുക്ക് 27 ആണ്. ബാക്കി രണ്ട് ഓപ്ഷൻസും ഈ ഒരു ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് റേഷ്യോ ഓഫ് എ യൂണിറ്റ് പ്ലേസ് ടു ടെൻസ് പ്ലേസ്. യൂണിറ്റ് പ്ലേസിലുള്ള നമ്പറും ടെൻസ് പ്ലേസിലുള്ള നമ്പറിൻ്റെയും റേഷ്യോ എന്താണ്? 2:1 ആണ്. അപ്പോൾ നിങ്ങൾ ഈ രണ്ട് നമ്പേഴ്സ് മാത്രം ചെക്ക് ചെയ്താൽ മതി. 2:, ഇപ്പം 6/2 ചെയ്യുമ്പം 2:1 അല്ല, 2/3 ചെയ്യുമ്പോഴും 2:1 അല്ല. സോ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണില്ല. സോ നമ്മൾ ആ രണ്ട് നമ്പേഴ്സിനെയും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു ഒറിജിനൽ നമ്പറിനെ ഇൻ്റർചേഞ്ച് ചെയ്യണ സമയത്ത് നമുക്ക് രണ്ട് പോസിബിലിറ്റീസ് ആണ് അല്ലേ? ഒരു ഒറിജിനൽ നമ്പറിനെ ഇൻ്റർചേഞ്ച് ചെയ്യണ സമയത്ത് നമുക്ക് രണ്ട് പോസിബിലിറ്റീസ് ആണ്. ഒന്നെങ്കിൽ കിട്ടണ നമ്പർ ഒറിജിനൽ നമ്പറിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ കിട്ടണ നമ്പർ ഒറിജിനൽ നമ്പറിനേക്കാളും ലെസ് ആയിരിക്കും. നോക്കിക്കോളൂ, ആ രണ്ട് കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആ രണ്ട് കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ മനസ്സിലായല്ലോ? യെസ്. നോക്കിക്കോളൂ, എൻ്റെ കയ്യിൽ ഒരു ഒറിജിനൽ നമ്പർ ഉണ്ട്, ലെറ്റ് ഇറ്റ് ബി, അത് എക്സ്. ഇപ്പം ഞാൻ വേറൊരു എക്സാമ്പിൾ എഴുതാം. 85 ആണ് എൻ്റെ കയ്യിലുള്ളൊരു നമ്പർ എന്ന് വിചാരിക്കുക. ഞാൻ പറഞ്ഞു അതേപോലെ വേറൊരു നമ്പർ 37 ആണ്. ഈ രണ്ട് നമ്പേഴ്സാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഞാനൊരു നമ്പറിൻ്റെ ഒരു 2 ഡിജിറ്റ് നമ്പറിനെ ഞാൻ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പം എനിക്ക് കിട്ടുന്ന നമ്പർ, സെക്കൻഡ് നമ്പർ ഒന്നെങ്കിൽ ഒറിജിനൽ നമ്പറിനേക്കാളും ചെറുതായിരിക്കും, അല്ലെങ്കിൽ ഒറിജിനൽ നമ്പറിനേക്കാളും കൂടുതലായിരിക്കും. നോക്കിക്കോളൂ, ഇതിൻ്റെ റിവേഴ്സ് ഞാൻ എടുക്കുമ്പം 58 ആണ്. ഇവിടെ ആരാണ് വലുത്? ഒറിജിനൽ നമ്പറാണ് വലുത്. ഇതിൻ്റെ റിവേഴ്സ് എടുക്കുമ്പോൾ 73 ആണ്. ഇവിടെ ആരാണ് വലുത്? ഇവിടെ രണ്ടാമത് കിട്ടിയ നമ്പറാണ് വലുത്. അങ്ങനെ നമുക്ക് എന്തുണ്ട്? രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് പോസിബിലിറ്റീസിനെ കുറിച്ചും നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോക്കിക്കോളൂ, ഗ്രേറ്റർ, അതായത് ഗ്രേറ്റർ കൊണ്ട് ഞാൻ ഫസ്റ്റ് നമ്പർ ഗ്രേറ്റർ കേട്ടോ, ഫസ്റ്റ് നമ്പർ ഗ്രേറ്റർ, സെക്കൻഡ് നമ്പർ ഗ്രേറ്റർ, അല്ലെങ്കിൽ ഒറിജിനൽ നമ്പർ, ഫസ്റ്റ് ഓർ ഒറിജിനൽ ഗ്രേറ്റർ ആണ്, സെക്കൻഡ് അല്ലെങ്കിൽ ഇൻ്റർചേഞ്ച്ഡ് വൺ ഗ്രേറ്റർ. ഇങ്ങനെ രണ്ട് കേസാണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ നമ്പറാണ് ഗ്രേറ്റർ, ഫസ്റ്റ് നമ്പറാണ് ഗ്രേറ്റർ എന്നുള്ള ഒരു സിറ്റുവേഷൻ നോക്കിക്കോളൂ. എൻ്റെ നമ്പറിനെ ഞാൻ XY
ഇവിടെയും എക്സ് വൈ എന്നാണ് അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, ഇനി എനിക്ക് ആദ്യമേ കിട്ടിയ എൻ്റെ കയ്യിലുള്ള ഒറിജിനൽ നമ്പറും എൻ്റെ രണ്ടാമത്തെ നമ്പറും തമ്മിലുള്ള ഡിഫറൻസിനെ ഞാൻ ഇവിടെ എ എന്നെടുക്കാം, ഇവിടെയും ഞാൻ തൽക്കാലം എ എന്നെടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഇതൊരു 2 ഡിജിറ്റ് നമ്പറാണ്. 2 ഡിജിറ്റ് നമ്പറിനെ എനിക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? 10x + y എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ആദ്യത്തെ നമ്പറാണ് വലുത്. ഈ ഒരു കേസിൽ, ഈ ഫസ്റ്റ് കേസിൽ ആദ്യത്തെ നമ്പറാണ് വലുത്, അതിനർത്ഥം രണ്ടാമത്തെ നമ്പർ ചെറുതാണെന്നാണ് അല്ലേ. ആദ്യത്തെ നമ്പറാണ് വലുത്, രണ്ടാമത്തെ നമ്പർ ചെറുതാണ്. ഇപ്പോൾ നോക്കിക്കോളൂ, നമ്മുടെ എക്സാമ്പിൾ 83ഉം 38ഉമാണ്. ഇവിടെ ഇതാണ് വലുത്, ഇതാണ് ചെറുത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ 83ന്ന് 38 പോകുമ്പം ഇവിടെ 5 കിട്ടും, 45 ആണ്. ഓക്കെ, ഈ 45 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ 83ന്ന് മൈനസ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ നമ്പർ കിട്ടാൻ കാരണം എന്താണ്? ഇവിടെ ഈ നമ്പർ ഫസ്റ്റ് നമ്പറാണ് വലുത്, രണ്ടാമത് ചെറുതാണ്. സോ -a ഈസ് ഈക്വൽ ടു, ഇവിടെ ഞാൻ ഇൻ്റർചേഞ്ച് ചെയ്തു 10y + x. ക്ലിയർ ആയോ? നമുക്കതൊന്ന് റീഅറേഞ്ച് ചെയ്യാം. ഈ എനെ ഞാൻ ഈ സൈഡിലേക്ക് കൊണ്ടുവരുന്നു. 10x - x 9x ആണ്. y - 10y ചെയ്യുമ്പം -9y ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു a. സോ എന്താണ്? 9 × x - y ആണ് a. ക്ലിയർ ആയല്ലോ? സോ ഇത് ഏത് കേസിലാണ്? ഇത് നമ്മുടെ ഫസ്റ്റ് നമ്പർ, ഒറിജിനൽ നമ്പർ ഗ്രേറ്റർ ആവും. ഇനി നമ്മുടെ ഒറിജിനൽ നമ്പർ ലെസ്സും രണ്ടാമത്തെ നമ്പർ ഗ്രേറ്റർ ആവുമ്പോൾ നോക്കിക്കോളൂ, നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ആ ഒരു എക്സാമ്പിൾ, അവിടെ നമ്മൾ എന്താണ്, എ നമ്മൾ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് രണ്ടാമത്തെ നമ്പർ കിട്ടുന്നത്. ഞാനിതിനെ റീഅറേഞ്ച് ചെയ്യാം. റീഅറേഞ്ച് ചെയ്യുമ്പോൾ a ഈസ് ഈക്വൽ ടു 10y - y 9y - 10x. അപ്പോൾ ഇവിടെ -9x. അപ്പോൾ ഇവിടെ എന്താണ്? 9 × y - x. ഇത് ഏത് കേസാണ്? ഇത് രണ്ടാമത്തെ നമ്പർ ഗ്രേറ്റർ ആകുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് നമ്പർ ഗ്രേറ്റർ എന്നാണോ തന്നിട്ടുള്ളത്, അതോ സെക്കൻഡ് നമ്പർ ഗ്രേറ്റർ എന്നാണോ തന്നിട്ടുള്ളത്? ഫസ്റ്റ് നമ്പർ ഗ്രേറ്റർ എന്നാണെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് ഡിജിറ്റ്സ് ഓരോ ഡിജിറ്റ്സിന് നിങ്ങൾക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവില്ല, ആ ഓപ്ഷൻസിലെ ഡിജിറ്റ്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം ഫസ്റ്റ് നമ്പർ ആണെങ്കിൽ ഗ്രേറ്റർ എങ്കിൽ. സെക്കൻഡ് നമ്പറാണ് ഗ്രേറ്റർ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻസിൽ തന്നിട്ടുള്ള നമ്പേഴ്സിൻ്റെ ഡിജിറ്റ്സ് യൂസ് ചെയ്ത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പം നിങ്ങൾക്ക് ആൻസർ കിട്ടും. നോക്കിക്കോളൂ, നമുക്ക് തൊട്ട് മുമ്പ് തന്ന കേസിൽ സെക്കൻഡ് നമ്പർ ആയിരുന്നു ഗ്രേറ്റർ. സോ 9 × 4 - 2. അപ്പോൾ എന്താണ്? 9 × 2 ഈസ് ഈക്വൽ ടു 18. ക്ലിയർ ആയല്ലോ? യെസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In a school, the ratio of number of boys and girls is 5:4. If 20% of the boys and 25% of girls have their own vehicle and 700 students don't have vehicle, find the total number of girls. Find the total number of girls in the school. ഓക്കെ, നോക്കിക്കോളൂ. ഒരു സ്കൂളിൽ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും റേഷ്യോ തന്നിട്ടുണ്ട്. B/G 5:4 ആണ്. ഓക്കെ, 20% of the boys and 25% of the girls have their own vehicle. ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സിൽ 20% ബോയ്സിന് വെഹിക്കിൾ ഉണ്ട്.
ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസിൻ്റെ 25% എന്തുണ്ട്? വെഹിക്കിൾസ് ഉണ്ട്. പിന്നെ നമുക്ക് തന്നിട്ടുള്ള കൗണ്ട് എന്താണ്? വെഹിക്കിൾസ് ഇല്ലാത്ത ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. ഗേൾസും ബോയ്സും കൂടെ വെഹിക്കിൾസ് ഇല്ലാത്ത ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ കൗണ്ടാണ് തന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ നമ്പർ ഓഫ് ഗേൾസ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കിക്കോളൂ. എൻ്റെ നമ്പർ ഓഫ് ബോയ്സ് 5 ആണ്. എൻ്റെ റേഷ്യോ, നമ്പർ ഓഫ് ബോയ്സിൻ്റെ റേഷ്യോ 5 ആണ്. അതിൻ്റെ 20%-നാണ് വെഹിക്കിൾ ഉള്ളത്. 20% എന്ന് പറയുമ്പോൾ 1/5 ആണ്. 25 എന്ന് പറയുമ്പോൾ 1/4 ആണ്. എപ്പോഴും പെർസെൻറ്റേജ് വന്നാൽ ഫ്രാക്ഷൻസിലേക്ക് മാറ്റുക, കാൽക്കുലേഷൻസ് ഈസി ആവും. അപ്പോൾ നോക്കിക്കോളൂ, ഇത് ബോയ്സ് ആണ്, ഇത് വെഹിക്കിൾ ഉള്ള ആളാണ്, ഇത് നോ വെഹിക്കിൾ. ഓക്കെ, അപ്പോൾ അതിൻ്റെ 20% ഉണ്ടെന്ന് പറയുമ്പം 5 × 1/5 ചെയ്യുമ്പോൾ 1 കിട്ടും. അപ്പോൾ നോ വെഹിക്കിൾ എന്താണ്? 4 ആണ്. അതേപോലെ ഗേൾസിൻ്റെ കാര്യം നോക്കാം. ഗേൾസ് 4 ആണ്, ഇത് വെഹിക്കിൾ നോ വെഹിക്കിളാണ്. 1/4 പേർക്ക് എന്താണ്? വെഹിക്കിൾ ഉണ്ട്. സോ ഇവിടെ 1 ആണ്. അപ്പോൾ നോ വെഹിക്കിൾ 4 - 1 3 ആണ്. നമുക്ക് നോ വെഹിക്കിളിൻ്റെ കൗണ്ടാണ്, ആക്ച്വൽ കൗണ്ടാണ് തന്നിട്ടുള്ളത്. സോ 4 + 3 7 ആണ്. 7 = 700. സോ 1 = 100. മനസ്സിലായോ? അപ്പോൾ 1 = 100 ആണെങ്കിൽ നമ്പർ ഓഫ് ഗേൾസ് എത്രയാണ്? 4 × 100 400. ക്ലിയർ ആയല്ലോ? യെസ്. നമ്പർ ഓഫ് ബോയ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിലും കണ്ടുപിടിക്കാം എത്ര പേർക്ക് വണ്ടി ഉണ്ട്, അല്ലെങ്കിൽ ഗേൾസും ബോയ്സും കൂടെ എത്ര പേർക്ക് വണ്ടിയുണ്ട്, അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ചോദിച്ചാലും ഈ വാല്യൂ വെച്ച് കണ്ടുപിടിക്കാം. ക്ലിയർ ആയല്ലോ? യെസ്. ഒരു സിമ്പിളായൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, നമ്മൾ ഈ പാസ് ഫെയിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്തപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത ഒരു ലോജിക് അപ്ലൈ ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. The ratio of total tablet distributed in all the high school students and intermediate students is 11:6. If each high school and intermediate students got tablet in the ratio 5:3. Find the ratio of number of students, number of high school students and intermediate students. Number of high school students and intermediate സ്റ്റുഡൻസ്. ഓക്കെ, സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. നമുക്ക് 2 സ്റ്റുഡൻസ് ഉണ്ട്. ഒന്ന് ഹൈസ്കൂൾ സ്റ്റുഡൻസ് ആണ്, എന്താണ്? ഇൻ്റർമീഡിയറ്റ് സ്റ്റുഡൻസ് ആണ്. ഹൈസ്കൂൾ സ്റ്റുഡൻസിനെ ഞാൻ HS എന്ന് കൊടുക്കാം, ഇൻ്റർമീഡിയറ്റ് സ്റ്റുഡൻസിനെ IS എന്ന് കൊടുക്കാം. ഇവർക്ക് കിട്ടിയ ടോട്ടൽ നമ്പർ ഓഫ് ടാബ്ലറ്റ്സ്, അവർക്ക് ടാബ്ലറ്റ്സ് കിട്ടി. അപ്പോൾ ആ ടോട്ടൽ നമ്പർ ഓഫ് ടാബ്ലറ്റ്സിൻ്റെ റേഷ്യോ എന്താണ്? 11:6 ആണ്. ഓക്കെ, ഇനി ഓരോ സ്റ്റുഡൻറ്റിനും കിട്ടിയ കാര്യം തന്നിട്ടുണ്ട്. HS/IS എന്ന് പറയണത് 5:3 ആണ്. ഈച്ച് സ്റ്റുഡൻറ്റ്, ഓരോ സ്റ്റുഡൻറ്റിനും കിട്ടിയ ടാബ്ലറ്റിൻ്റെ റേഷ്യോ എന്താണ്? 5:3 ആണ്. അങ്ങനെയെങ്കിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ഇൻ്റർമീഡിയറ്റ് സ്റ്റുഡൻസിൻ്റെയും, അതായത് ഹൈസ്കൂൾ സ്റ്റുഡൻസിൻ്റെയും ഇൻ്റർമീഡിയറ്റ് സ്റ്റുഡൻസിൻ്റെയും നമ്പറിൻ്റെ റേഷ്യോ ആണ് കാണാൻ പറഞ്ഞത്. സിമ്പിൾ ലോജിക്കാണ്. നോക്കിക്കോളൂ. ടോട്ടൽ നമ്പർ ഓഫ് ടാബ്ലറ്റ്സ് അല്ലേ,
ടോട്ടൽ ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത് ഒരാൾക്ക് കിട്ടിയ ടാബ്ലറ്റ് ഇൻറ്റു നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഒരാൾക്ക് കിട്ടിയ ടാബ്ലറ്റ് ഇൻറ്റു നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് അല്ലേ? യെസ്. അപ്പോൾ എന്താണ് കിട്ടുക? അപ്പോൾ ഇതാണ് ടോട്ടൽ നമ്പർ. അപ്പോൾ ടോട്ടൽ ഡിവൈഡഡ് ബൈ ഒരാൾക്ക് കിട്ടിയത്. അപ്പോൾ ഞാനിവിടെ HS ഇൻറ്റു HS ഈസ് ടു IS എന്ന് പറയാം. അപ്പോൾ ആദ്യം ഹൈസ്കൂൾ സ്റ്റുഡൻസിൽ ടോട്ടൽ 5 ആണ്, ടോട്ടൽ 11 ആണ്, ഒരാൾക്ക് കിട്ടിയത് 5 ആണ്. അതേപോലെ ISൽ ടോട്ടൽ 6 ആണ്, ഒരാൾക്ക് കിട്ടിയത് 3 ആണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിന് നമുക്ക് 15 കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ HS ഈസ് ടു IS ഇവിടെ നമുക്ക് 33 കിട്ടും, ഇവിടെ നമുക്ക് 30, രണ്ടും 3 കൊണ്ട് ചെയ്യാം. 11 ഈസ് ടു 10 ഈസ് മൈ ആൻസർ. 11 ഈസ് ടു 10 ഈസ് മൈ ആൻസർ. അത്ര സിമ്പിളാണ്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈസി. എപ്പോഴും ടോട്ടൽ അങ്ങനെ ആണല്ലോ, അതായത് മൊത്തം ഇപ്പോൾ ഒരാളുടെ കയ്യിൽ 10 മിഠായി ഉണ്ട്, അങ്ങനെ 10 പേരുണ്ടെങ്കിൽ മൊത്തം എത്ര മിഠായി ഉണ്ടാവും? 10 ഇൻറ്റു 10 ആണ്. ആ ലോജിക്കാണ്. ടോട്ടൽ ഈസ് ഈക്വൽ ടു ഒരാളുടെ കയ്യിലുള്ളത് ഇൻറ്റു ടോട്ടൽ നമ്പർ. ക്ലിയർ ആയല്ലോ? യെസ്. ഇൻ എ ക്ലാസ്, ഇപ്പോൾ കുറച്ച് നമ്മൾ ലാസ്റ്റ് ആയപ്പോഴേക്കും സിമ്പിൾ എന്താണ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യണേ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും പ്രിലിമിനറി എക്സാമിനേഷൻസിൽ ചോദിക്കും. ക്ലറിക്കൽ പോസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്ന ആ ഒരു ക്ലറിക്കൽ പോസ്റ്റിനുള്ള എക്സാമിനേഷൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ചില സമയത്ത് നമ്മുടെ എന്താ പറയുക സ്പെഷ്യലിസ്റ്റ് ഓഫീസർ ഉണ്ടല്ലോ, അങ്ങനത്തെ ആ ഒരു പോസ്റ്റിനാണെങ്കിലും പ്രിലിമിനറി എക്സാമിനേഷനിൽ കുറച്ച് ഈസി ആയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. യെസ്. The ratio of boys to girls is 3:2. The number of students who passed to failed is in the ratio 7:3. Among girls, the ratio of failed to passed is 3:5. Find the ratio of boys failed to പാസ്ഡ് ടു ഫെയിൽഡ്. ഓക്കെ, പാസ്ഡ് ടു ഫെയിൽഡ്. നമ്മൾ ഈ ഓർഡർ ചെക്ക് ചെയ്യണം എപ്പോഴും. റേഷ്യോയുടെ കാര്യത്തിൽ ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നോക്കിക്കോ. ഒരു ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? 100 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ബോയ്സ് ഉണ്ട്, ഗേൾസ് ഉണ്ട്. 3:2 ആണ്. അപ്പോൾ 5 ആണ്. ഇവിടെ ബോയ്സ് 60, ഗേൾസ് 40. അതേപോലെ ഇവിടെ പാസ് ഫെയില്, ഗേൾസ് എന്താണ്? പാസ് ഫെയില്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു പാസ്ഡ് ടു ഫെയിൽഡ് ഈസ് ഇൻ ദ റേഷ്യോ 7:3. ഓക്കെ, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു പാസ്ഡ് ടു ഫെയിൽഡ്. അപ്പോൾ നോക്കിക്കോളൂ, ഇവിടെ ഒരു പാസ് ടു ഫെയിൽ ഉണ്ട്. അത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് വെച്ചിട്ടുള്ള പാസ് ടു ഫെയിൽ ആണ്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു പാസ്ഡ് ടു ഫെയിൽഡ് 7:3 ആണ്. സോ നമുക്ക് പറയാം 70:30 ആണ് പാസ്ഡും ഫെയിൽഡും ടോട്ടൽ വെച്ചിട്ടുള്ള വാല്യൂ ആണ്. ഇനി ഗേൾസ് വെച്ചിട്ടുള്ള വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഗേൾസ് വെച്ചിട്ടുള്ളത് എന്താണ്? 3:5 ആണ്. 3:5 ആണ്. അത് ഫെയിൽഡ് ടു പാസ്ഡ് ആണ്. ഇവിടെ 3 ആണ്, ഇവിടെ 5 ആണ്. നോക്കിക്കോളൂ, 3 + 5 8. 8 = 40. 1 = 5. സോ ഫെയിൽഡിൻ്റെ അവിടെ 3 × 5 15, 5 × 5 25.
അപ്പോൾ നോക്കിക്കോളൂ, നമുക്ക് നമ്പർ ഓഫ് ഗേൾസ് പാസ്ഡ് ഉണ്ട്, നമ്പർ ഓഫ് ഗേൾസ് ഫെയിൽഡ് ഉണ്ട്. ടോട്ടൽ നമ്പർ പാസ്സായതും ടോട്ടൽ നമ്പർ ഫെയിൽ ആയതുകൊണ്ട് സോ ഈ ടോട്ടലിൽ നിന്ന് ഗേൾസിൻ്റെ എണ്ണം കുറച്ചാൽ ബോയ്സിൻ്റെ എണ്ണം കിട്ടും. സോ 70 25 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 70 20 പോയാൽ 50 കിട്ടും, അതിൽ നിന്ന് 5 പോയാൽ 45. അതേപോലെ 30 15 പോയാൽ നമുക്ക് 15 എന്ന് കിട്ടും അല്ലേ? രണ്ടും നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5 എന്നല്ല 15 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. 3:1 ഈസ് അവർ ആൻസർ. 3:1 ഈസ് അവർ ആൻസർ. ക്ലിയർ ആയല്ലോ? യെസ്. ഓക്കെ, സിമ്പിളായൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ കേസ് നിങ്ങൾക്ക് എക്സാമിനേഷനിൽ 100 എന്നുള്ള വാല്യൂ തന്നിട്ടില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് എക്സാമിനേഷനിൽ ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ 100 എന്നുള്ള വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു വാല്യൂ തന്നിട്ടില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? റാൻഡമായ ഒരു വാല്യൂ, നമുക്ക് കൺവീനിയൻ്റ് ആയ ഒരു വാല്യൂ നമുക്ക് അസ്യൂം ചെയ്ത് സോൾവ് ചെയ്യാം. ആ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? യെസ്. The respective ratio of ages of A, B and C is 2:3:5. If the average of their present age is 70 years, then what would be the difference between ages of B and C 10 years ago? ഓക്കെ, നോക്കിക്കോളൂ. 3 പേരുടെ ഏജസിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. 2:3:5. അവരുടെ ആവറേജ് തന്നിട്ടുണ്ട്. ആവറേജ് എന്ന് പറയുമ്പോൾ എന്താണ്? ആവറേജ് നമ്മൾ പഠിക്കും. നമുക്ക് ബാങ്ക് എക്സാമിനേഷനിലുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ് ആവറേജ്. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ പഠിക്കും. എന്നാലും നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും ഈ ഒരു ബേസിക് ആയ ഒരു ഇക്വേഷൻ അറിയായിരിക്കും. ആവറേജ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ബൈ നമ്പർ അല്ലേ? ആവറേജ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ബൈ നമ്പർ അല്ലേ? അപ്പോൾ ആ ഒരു ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് 70 തന്നിട്ടുണ്ട്. ആവറേജ് 70 ആണ്. അപ്പോൾ 70 ഈസ് ഈക്വൽ ടു ടോട്ടൽ ബൈ 3 ആണ്. 3 പേരുടെ ആണല്ലോ. അപ്പോൾ ഇനി നമ്മൾ ടോട്ടൽ എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ T ഈസ് ഈക്വൽ ടു 70 × 3 210 ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ. 3 + 5 8, 8 + 2 10, 10 ഈസ് ഈക്വൽ ടു 210. സോ 1 ഈസ് ഈക്വൽ ടു 21 ആണ്. നമ്മളോട് എന്താണ് ചോദിച്ചത്? 10 ഇയേഴ്സിന് മുമ്പ് അല്ലേ? ബിയുടെയും സിയുടെയും ഏജിൻ്റെ ഡിഫറൻസ് ആണ്. ഇവിടെ നോക്കിക്കോളൂ. ബിയുടെ ഏജ് ഇപ്പോഴത്തെ ഏജ് 21 × 3 ആണ്. സിയുടെ ഇപ്പോഴത്തെ ഏജ് 21 × 5 ആണ് അല്ലേ? അപ്പോൾ ഇവരുടെ ഏജ് ഡിഫറൻസ് എന്ന് പറയണത് നമ്മൾ ഈക്വൽ ഇയേഴ്സ് ആണ് ആഡ് ചെയ്യുന്നത്, സബ്ട്രാക്ട് ചെയ്യണതെങ്കിൽ എല്ലാ സമയത്തും സെയിം ആയിരിക്കും. നോക്കിക്കോളൂ. 21 × 3 എന്ന് പറയുമ്പം 63. ഇവിടെ 105 ആണ്. 105 നിന്ന് നമ്മൾ 63 കുറയ്ക്കുമ്പോൾ ഇവിടെ 2 കിട്ടും. ഇവരുടെ ഏജ് ഡിഫറൻസ് 42 ആണ്. 10 കൊല്ലം മുമ്പ് എന്താണ്? 10 കൊല്ലം മുമ്പ് നോക്കിക്കോൾ. ഇവിടെ 10 കുറയ്ക്കുമ്പോൾ ഇവിടെ 53 കിട്ടും. ഇവിടെ നമുക്ക് 95 കിട്ടും. 95 നിന്ന് 53 പോയാലും 42 ആണ്. സോ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ തന്നെ 10 കൊല്ലം മുമ്പുള്ള ഡിഫറൻസും 10 കൊല്ലം കഴിഞ്ഞും 1000 കൊല്ലം കഴിഞ്ഞിട്ടായാലും ഈ ഡിഫറൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. രണ്ടുപേരുടെയും ആ ഒരു നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത്, അതിൽ നമ്മൾ ആഡ് ചെയ്യണതോ സബ്ട്രാക്ട് ചെയ്യണ ആ നമ്പർ ഓഫ് ഇയേഴ്സ് സെയിം ആയിരിക്കണം. അപ്പോൾ ആ ഒരു ലോജിക് അപ്ലൈ ചെയ്യുമ്പോൾ നോക്കിക്കോളൂ. 21 × 5 - 21 × 3. രണ്ടിലും 21 ഉണ്ട്. 5 - 3 2 ആണ്. 21 × 2 42. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആയല്ലോ? യെസ്. ആവറേജ് എന്നുള്ള ചാപ്റ്റർ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ബാങ്ക് എക്സാമിനേഷനിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ്. നമുക്കത് ഡിസ്കസ് ചെയ്യാം. യെസ്. ഒരുപാട് വെറൈറ്റീസിൽ നമുക്ക് ആവറേജ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളതിൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
The number of നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. The number of employees in a company is reduced in the ratio 5:4 and the salary of each employee is increased in the ratio 5:6. By doing this, the company saves rupees 6,000. What was the company's initial expenditure on salary? ഓക്കെ, അപ്പോൾ ഒരു കമ്പനിയിലുള്ള സംഭവമാണ് തന്നിട്ടുള്ളത്. സർട്ടൺ നമ്പർ ഓഫ് എംപ്ലോയീസ് തന്നിട്ടുണ്ട്, അതേപോലെ ഒരാൾക്ക് കൊടുക്കുന്ന സാലറി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ കമ്പനിയുടെ ഒരു സാലറിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു കമ്പനിയുടെ എക്സ്പെൻഡിച്ചർ നമ്മൾ എങ്ങനെ കാണും? ഞാൻ എപ്പോഴും പറഞ്ഞു, ടോട്ടൽ കണ്ടുപിടിക്കുമ്പം നമ്പർ ഓഫ് ഇൻറ്റു എന്താണ് ഒരാൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് എംപ്ലോയീസ് അല്ലേ, എംപ്ലോയീസിൻ്റെ നമ്പറിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് 5:4 ആണ്. സാലറി ഓഫ് ഈച്ച് എംപ്ലോയി ഈസ് ഇൻക്രീസ്ഡ് ഇൻ ദ റേഷ്യോ. ഒരു എംപ്ലോയിക്ക് കിട്ടുന്ന സാലറിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 5:6 ആണ്. ഇത് ചെയ്യണത് വഴി എത്ര ഡിഫറൻസ് ഉണ്ടാക്കി, അല്ലെങ്കിൽ എത്ര എമൗണ്ട് സേവ് ചെയ്തു? 6,000 റുപ്പീസ് സേവ് ചെയ്തു. അപ്പോൾ നോക്കിക്കോളൂ, എക്സ്പെൻഡിച്ചർ ആണ് നമ്മളിവിടെ കാണുന്നത്. സാലറിയുടെ എക്സ്പെൻഡിച്ചർ കാണുമ്പം ആദ്യം 5:5 അതാണ് എന്ത്? ഇനീഷ്യൽ. ഇത് ഇനീഷ്യലാണ്, ഇത് ഫൈനലാണ്. പിന്നെ 6:4 ആണ്, ഇതെന്താണ്? ഇതാണ് ഫൈനൽ. നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് എടുക്കാം. 65 മൈനസ് 24, 25 മൈനസ് 24 ചെയ്യുമ്പോൾ 1 is equal to 6,000. 1 is equal to 6,000 ആണെങ്കിൽ 25 is equal to 25 into 6,000. 25 into 4 100 ആണ്. 25 into 6 150. പിന്നെ നമുക്കൊരു 3 0. ഇതാണ് എന്ത്? യെസ്, 1,50,000 ആണ് എന്തിനു വേണ്ടിയിട്ടുള്ള എക്സ്പെൻഡിച്ചർ? ഇനീഷ്യലായിട്ട് സാലറിക്ക് വേണ്ടി കമ്പനി സാലറി കൊടുക്കാൻ വേണ്ടി കമ്പനി മാറ്റി വെക്കേണ്ട പൈസ, അല്ലെങ്കിൽ അവർ ചിലവാക്കണ പൈസ. ഫൈനൽ എക്സ്പെൻഡിച്ചർ എന്താണ്? ഇതാണ് ഫൈനൽ എക്സ്പെൻഡിച്ചർ. 24 into 6,000 ചെയ്യുമ്പോൾ കിട്ടും. ക്ലിയർ ആയല്ലോ? യെസ്, സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ തൊട്ട് മുമ്പ് ആ ടോട്ടൽ നമ്മുടെ ഇൻ്റർമീഡിയറ്റ് സ്റ്റുഡൻസും അതേപോലെ എന്താ പറയുക, ഒരാൾക്ക് കിട്ടിയതിൻ്റെ ഒരു റേഷ്യോ ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ, ആ ഒരു സെയിം ലോജിക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ സ്റ്റോറിയാണ് ഡിഫറെൻറ്റ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ടൈപ്പ് വിട്ടിട്ടൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിനേഷനിൽ ചോദിക്കില്ല, കാരണം നമ്മൾ എല്ലാ ടൈപ്സും ഡിസ്കസ് ചെയ്യും. പക്ഷേ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ആ ഒരു ചോദിക്കുന്ന രീതിയിലൊക്കെ ആയിരിക്കും വ്യത്യാസം. അപ്പോൾ നമ്മുടെ റേഷ്യോ പ്രോബ്ലംസ് എന്നുള്ള ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, the ratio of total amount distributed in all male and female as salary is 6:5, while the ratio of salary of each male and female is 4:3. Find the ratio of number of മെയിൽസ് ആൻഡ് ഫീമെയിൽസ്. തൊട്ട് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത ആ ടൈപ്പാണ് അല്ലേ. എന്താണ്? ടോട്ടൽ എമൗണ്ട് തന്നിട്ടുണ്ട്, നമ്മൾ മെയിലിനും ഫീമെയിലിനും കൊടുക്കണ ടോട്ടൽ എമൗണ്ട് എന്താണ്? അതിൻ്റെ റേഷ്യോ 6:5 ആണ്.
ഒരാൾക്ക് കിട്ടുന്നത് തന്നിട്ടുണ്ട്, ഒരു മെയിലിനും ഒരു ഫീമെയിലിനും കിട്ടുന്നത് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് നമ്പർ ഓഫ് മെയിൽസ് ടു ഫീമെയിൽസ് ആണ്. 6/4:5/3. ഓക്കെ, അപ്പോൾ 6/4 നമുക്ക് 3/2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ 3/2 ആണ്, ഇവിടെ 5/3 ആണ്. നമുക്ക് 6 കൊണ്ട് നമുക്കതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മെയിൽസിൻ്റെ അവിടെ 9 കിട്ടും, ഫീമെയിൽസിൻ്റെ അവിടെ 10 കിട്ടും. സോ 9:10 ഈസ് അവർ ആൻസർ. ക്ലിയർ ആയല്ലോ? യെസ്. സോ ദാറ്റ്സ് ഓൾ. നമ്മുടെ ഈ ഒരു റേഷ്യോ പ്രോബ്ലംസ് എന്നുള്ള ഈ ഒരു സെഷനിലെ എല്ലാ ക്വസ്റ്റ്യൻസ്, എല്ലാ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ ലെങ്തി ആയ സെഷൻ നമുക്കിപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായി. യെസ്, നമുക്ക് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൽ ഒരു കുഞ്ഞു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതൊരു കാര്യം ചെയ്യാം, നമുക്കൊരു സെപ്പറേറ്റ് ആയ ഒരു സെഷനായിട്ട് നമുക്കത് കണ്ടക്ട് ചെയ്യാം. ഈ സെഷനിൽ നമ്മൾ പ്രോബ്ലംസ് എല്ലാം ഡിസ്കസ് ചെയ്ത് ആ റേഷ്യോയുടെ ബേസിക്സ് പറഞ്ഞു പോയ സമയത്ത് ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞു പോകാൻ വിട്ടുപോയി. സോ അതുകൊണ്ട് ആ റേഷ്യോ ബേസിക്സ് എന്ന് പറയുന്ന ആ ഒരു സെപ്പറേറ്റ് സെഷൻ കണ്ടക്ട് ചെയ്ത പോലെ കുറച്ച് അഡീഷണൽ ആയ ഒരു 4-5 പോയിൻറ്റ്സും കൂടെ നമുക്ക് പറയാനുണ്ട്. യെസ്, നമ്മൾ ആ ഡിസ്കസ് ചെയ്യാൻ വിട്ടുപോയ പോയിൻറ്റ്സും നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത പ്രോബ്ലംസും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. അതൊരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയ ഒരു ഇതാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് അപ്ലൈ ചെയ്ത് 1-2 പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അത് ഞാൻ ആ ബേസിക്സ് പറഞ്ഞ സമയത്ത് പറയാൻ വിട്ടുപോയി. സോ അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു സെഷനായിട്ട് നമുക്കതിനെ അപ്ലോഡ് ചെയ്യാം. യെസ്, അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെ പ്രോബ്ലംസിൻ്റെ ഈ ഒരു സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്നുള്ളൊരു ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് അല്ലേ. നമ്മളതിൻ്റെ ബേസിക്സ് ഡിസ്കസ് ചെയ്തു, കുറച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്, അത് നമുക്ക് ചെയ്യാം. പിന്നെ നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ടൈപ്സ് ഓഫ് ഡിസ്കസ്ഡ് ഓൾ ടൈപ്സ് ഓഫ് പ്രോബ്ലംസ്, എല്ലാ ടൈപ്സ് ഓഫ് പ്രോബ്ലം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ഈ ഒരു ടൈപ്പ് വിട്ടിട്ട് നിങ്ങൾക്ക് എക്സാമിനേഷനിൽ ചോദിക്കില്ല, പക്ഷേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കും. നമ്മളിപ്പോൾ ഞാനിവിടെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് അതേ രീതിയിൽ അങ്ങനെ തന്നെ ചോദിക്കും നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ടോട്ടൽ ഈസ് ഈക്വൽ ടു നമ്പർ ഇൻറ്റു ഈച്ച് എന്നുള്ള ആ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള 3 ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ആ സെയിം ടൈപ്പാണ്, അതിൽ 3 ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ്, 3 ഡിഫറെൻറ്റ് സ്റ്റോറീസാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ എന്താ പറയുക, ഒരു പാറ്റേണോ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു രീതിയോ അല്ലെങ്കിൽ അവിടെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സംഭവങ്ങളിലായിരിക്കും വ്യത്യാസം. ടൈപ്സ് ഒക്കെ ഇതൊക്കെ തന്നെയായിരിക്കും. ഈ ഒരു ടൈപ്പ് വിട്ടിട്ട് ചോദിക്കില്ല. കാരണം എൻ്റെ ഒരു ഏകദേശം എൻ്റെ ഒരു ഐഡിയക്ക് അനുസരിച്ച് എല്ലാ ടൈപ്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിക്കുക. ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും സ്കിപ്പ് ചെയ്യാതെ കണ്ട് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ഒരിക്കലും ബൈ ഹാർട്ട് പഠിക്കാതിരിക്കുക. ക്വസ്റ്റ്യൻ ബൈ ഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. കാരണം ക്വസ്റ്റ്യൻ ഇതേപോലെ, അതായത് ഈ ചിലർ പഠിക്കണ അങ്ങനെയാണ്, ഇത് തന്നിട്ടുണ്ടെങ്കിൽ ഇത്, അല്ലെങ്കിൽ ഇതാണെങ്കിൽ ഇത്, അങ്ങനത്തെയൊക്കെ ഒരു രീതിയിലാണ് പിള്ളേർ പഠിക്കണത്. അങ്ങനെയൊക്കെ പഠിക്കണതുകൊണ്ടാണ് പലർക്കും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിൽ ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത അങ്ങനത്തെ ഇഷ്യൂസ് തന്നെ. സോ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻ ചോദിച്ച രീതി മനസ്സിലാക്കുക, എന്തൊക്കെ തന്നിട്ടുണ്ട്, തന്ന കാര്യങ്ങൾ അവർ എങ്ങനെയാണ് തന്നേക്കുന്നത്, അതിൽ നിന്ന് അവർ എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്, അപ്പോൾ നമ്മൾ ഏത് മെത്തേഡാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത സമയത്തും ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. സോ അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിൽ രജിസ്റ്റർ ചെയ്യുക. അത് വെച്ചിട്ട് നിങ്ങൾ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുക. പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കണം. ഇനിയും ഇത് കൂടാണ്ട് നിങ്ങൾക്ക് അഡീഷണലി ഏതെങ്കിലും പ്രോബ്ലംസ് കിട്ടുന്ന സോഴ്സസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ വഴി നിങ്ങൾക്ക് കിട്ടുന്ന ആ പ്രോബ്ലംസും നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. നമ്മളിവിടെ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും. സോ അത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ആൻസർ കിട്ടിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്കായി, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വന്നാലും നിങ്ങൾക്ക് കോമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിക്കാം. അവിടെ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ അവിടെ പറയാം. ഇല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും അപ്കമിങ് സെഷൻസിൽ നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. യെസ്, അപ്പോൾ എന്താ പറയുക, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് സെഷൻ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ പ്രോബ്ലംസ്. ഭയങ്കര ലെങ്തിയാണ്. എനിക്ക് തോന്നുന്നു ഞാനൊരു 10-25 വീഡിയോസ് ആയിട്ടായിരിക്കും ഞാൻ ഈ ഒരു സെഷൻ അപ്ലോഡ് ചെയ്യണമെന്ന് തോന്നുന്നു. സോ അപ്പോൾ ആ 25 വീഡിയോസും നിങ്ങൾ എന്താ പറയുക, ഒരു വീഡിയോ പോലും സ്കിപ്പ് ചെയ്യാതെ, ഒരു ക്വസ്റ്റ്യൻ പോലും സ്കിപ്പ് ചെയ്യാതെ കാണുക. യെസ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്നുള്ള ഈ ഒരു സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ. യെസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്നുള്ള ഒരു സെഷനിൽ നമ്മൾ ഒരു ക്വിക്ക് റീക്യാപ്പ് നോക്കാം, എന്നിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മൾ ആദ്യം നമ്മൾ കുറച്ച് ബേസിക് ആയ കുറച്ച് പ്രോബ്ലംസ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്.
പിന്നെ നമ്മൾ റേഷ്യോയുടെ പല ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ റേഷ്യോ മെത്തേഡ്സ് അപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. മിക്സ്ചേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു, ഏജസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. കുറേ നമ്മൾ റേഷ്യോയുടേതായ വേറെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആണെന്നാണ് വിശ്വാസം. ഞാൻ പറഞ്ഞ പോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ പ്രോബ്ലംസ് എന്നുള്ള ഈ ഒരു സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ വൈൻഡപ്പ് ചെയ്യണതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ ബാങ്ക് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടും മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻസിനൊക്കെ വേണ്ടിയിട്ടുള്ള സെഷൻസും കാര്യങ്ങളൊക്കെയാണ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ബാങ്ക് എക്സാമിനേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യണവരാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിൽ ലിങ്കും കാര്യങ്ങളൊക്കെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കണതെങ്കിൽ യെസ് പ്ലീസ് ഡു സബ്സ്ക്രൈബ്. യെസ്, അപ്പം ഇതേപോലെ മിഷൻ ബാങ്കറിൻ്റെ നെക്സ്റ്റ് സെഷനിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.